കുട്ടികൾക്ക് എന്നും വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. അങ്ങനെ സ്കൂളിൽ ചെന്ന് അവർ ആ ലഞ്ച് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് എപ്പോഴും വേണ്ടേ. അതിനായിട്ട് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. പനീർ ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് പനീർ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അതേ കടായിലോട്ട് നമ്മൾ ഗാർലിക് ചോപ്പ് ചെയ്തതും ഇട്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ അതിലോട്ട് ഞാൻ ഓണിയൻ ചേർക്കുന്നുണ്ട്. ഓണിയൻ ചേർക്കുമ്പോൾ അതിലോട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇടണം. വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം ഒത്തിരി വഴറ്റണം എന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിലോട്ട് നന്നായിട്ട് വാടി കിട്ടുമ്പോൾ നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്താൽ മാത്രം മതി. പിള്ളേർക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം സോസ് നമ്മൾ അതിലോട്ട് ചേർക്കണം. അത് നന്നായിട്ട് ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കരുത്, ഓരോ സ്പൂൺ വീതമാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കോണാണ് ചേർക്കുന്നത്. നന്നായിട്ട് വേവിച്ചെടുത്ത കോണാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലോട്ട് ചേർത്ത് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അങ്ങനെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൈഡ് റൈസ് ആയിരിക്കും. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ലതാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ലഞ്ച് ബ്രേക്കിൽ ലഞ്ച് ബോക്സ് തുറന്നപ്പം ആ പനീർ ഫ്രൈഡ് റൈസിൻ്റെ സ്മെല്ലും പനീരും കണ്ടിട്ട് കൊതിയായി ഗൈസ്. അപ്പം ഞാൻ തിന്നുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ച് ഞാൻ അവർക്കും ഷെയർ ചെയ്തിട്ട് തിന്ന്. ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം, സൂപ്പറാണ്. ഓക്കെ, ബൈ.